സബ്നെറ്റിംഗ് എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു കമ്പനിയിൽ 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വെച്ചോളൂ. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൂടി 1000 എംപ്ലോയീസ് ഉണ്ട്. ഓരോ എംപ്ലോയീസിനും ഓരോ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കമ്പനിയിൽ ടോട്ടലായിട്ട് 1000 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. സോ ഈ 1000 കമ്പ്യൂട്ടറുകളെയും നമ്മൾ ഒരു നെറ്റ്വർക്കിനകത്ത് പിടിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഡേറ്റ പാക്കറ്റ് അയക്കുകയാണെങ്കിൽ അത് ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും അറിയാൻ പറ്റും. അവിടെ ഒരു സെക്യൂരിറ്റി റിസ്ക് ഉണ്ടാവാം. അതുപോലെ ഒരു ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂ ഉണ്ടാവാം. അതുപോലെ തന്നെ പെർഫോമൻസ് വളരെ ടെറിബിൾ ആയിരിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വലിയ നെറ്റ്വർക്കിനെ 4 കുഞ്ഞ് നെറ്റ്വർക്കായിട്ട് മാറ്റുന്നു. ആ 4 കുഞ്ഞ് നെറ്റ്വർക്കിനെയാണ് സബ്നെറ്റ് എന്ന് പറയുന്നത്. സോ നെറ്റ്വർക്കും സബ്നെറ്റും മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്കൊരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് സങ്കല്പിക്കാം. ഒരുപാട് ഫ്ലാറ്റുകൾ, ഒരുപാട് അപ്പാർട്ട്മെന്റുകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് സങ്കല്പിക്കാം. ആ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന് 4 ഫ്ലോർസ് ഉണ്ടെന്ന് വെച്ചോളൂ. ഓരോ ഫ്ലോറുകളിലും ഒരുപാട് അപ്പാർട്ട്മെന്റ്സും ഫ്ലാറ്റുകളും ഉണ്ടാവും. സോ ഈ മെയിൻ ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ഒരു മെയിൻ ബിൽഡിംഗാണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ നെറ്റ്വർക്ക്. ഓരോ ഫ്ലോറും ഓരോ സബ്നെറ്റുകളാണ്. ഓരോ അപ്പാർട്ട്മെന്റും ഓരോ ഫ്ലാറ്റുകളും നമ്മുടെ കമ്പനിയിലുള്ള ഓരോ ഹോസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഓരോ കമ്പ്യൂട്ടറുകളാണ്. ഒരു ഫ്ലോറിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാണാനും സംസാരിക്കാനും എല്ലാം എളുപ്പമാണ്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഓരോ റൂൾസും കാര്യങ്ങളും ആക്സസും കൊടുക്കുകയാണെങ്കിൽ, അതായത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓരോ സബ്നെറ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ റൂൾസ് പറഞ്ഞു കൊടുത്ത് നമുക്കവിടെ ഇന്റർകണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, പല പല ഡിവൈസുകൾ, കമ്പ്യൂട്ടേഴ്സ്, ഫോൺസ്, ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിനകത്ത് പല പല ഡിവൈസുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് IP അഡ്രസ് എന്ന് പറയുന്ന ഒരു അഡ്രസ് വേണമെന്നും നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലേ. ഇനി IP അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന 192.168.1.100 എന്നൊക്കെ പറയുന്നത് ശരിക്കും ബൈനറിയെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. സോ ഏറ്റവും ചെറിയ വാല്യൂ 0 എന്ന് പറയുന്നത് ആ എല്ലാ ഒക്ടറ്റും 0 ആവുന്ന സമയത്താണ് വാല്യൂ 0 വരുന്നത്. പിന്നെ എല്ലാ ഒക്ടറ്റും 1 ആവുന്ന സമയത്ത് വാല്യൂ 255 ആയിരിക്കും. സോ നമ്മൾ 4 ഒക്ടറ്റ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0.0.0.0, അതുപോലെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 255.255.255.255 എന്നായിരിക്കും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് മുന്നത്തെ വീഡിയോ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് തിരിച്ച് ഇതിലേക്ക് വരും. പിന്നെ ഓരോ IP അഡ്രസ്സിനും അതിനൊരു നെറ്റ്വർക്കിംഗ് പാർട്ടും ഒരു ഹോസ്റ്റ് പാർട്ടും ഉണ്ടെന്നും നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വെച്ചോളൂ. ആ വൈഫൈ നെറ്റ്വർക്കിൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.10 ആയിരിക്കാം. ഫോണിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.11 ആയിരിക്കാം. നിങ്ങളുടെ ടിവിയുടെ IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.12 ആയിരിക്കാം. നിങ്ങളുടെ റൗട്ടറിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.1 ആയിരിക്കാം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിന്റെ ഒരു പാർട്ട്, അതായത് 192.168.1 എന്ന് പറയുന്ന ഒരു പാർട്ട് ഒന്നിലും മാറുന്നില്ല. ഏറ്റവും അവസാനത്തെ ഒരു പാർട്ട് മാത്രമേ മാറുന്നുള്ളൂ അല്ലേ. സോ ആദ്യത്തെ മാറാതെ നിൽക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നെറ്റ്വർക്ക് പാർട്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് ഹോസ്റ്റ് പാർട്ട്. അതാണ് IP അഡ്രസ്സിന്റെ നെറ്റ്വർക്ക് പാർട്ടും ഹോസ്റ്റ് പാർട്ടും. സോ ഒരു നെറ്റ്വർക്കിൽ സക്സസ്ഫുള്ളി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസുകളുടെയും IP അഡ്രസ്സിന്റെ നെറ്റ്വർക്കിംഗ് പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നെറ്റ്വർക്കിൻ്റെ പാർട്ട് ആവാനും പറ്റത്തുള്ളൂ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനി, 200 പേരുള്ള ഒരു കമ്പനി സങ്കല്പിക്കുക. ആ ഒരു കമ്പനിക്കകത്ത് 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സോ ഇവർ എല്ലാവരെയും കൂടെ ഒരൊറ്റ നെറ്റ്വർക്കിനകത്ത് പിടിച്ചിടുകയാണെന്ന് വെച്ചോളൂ. 192.168.1 എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിനകത്ത് പിടിച്ചിട്ടെന്ന് വെച്ചോളൂ. ആ ഒരു നെറ്റ്വർക്കിനകത്ത് നമുക്ക് എത്ര ഹോസ്റ്റുകളെ, എത്ര കമ്പ്യൂട്ടേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ടോട്ടൽ 254 ഹോസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിലേക്ക് വരാം. സോ തൽക്കാലം മനസ്സിലാക്കുക, 192.168.1.0 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്ത് 254 ഹോസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടോട്ടൽ 200 എംപ്ലോയീസ് ആണുള്ളത് അല്ലേ. എല്ലാവരെയും നമുക്ക് ആ ഒരു നെറ്റ്വർക്കിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ
എന്താണ് അവിടെ പ്രശ്നം വരുന്നത്? സെക്യൂരിറ്റി കൺസേൺ ആണ്. അതായത് ഫിനാൻസിലെ ഡേറ്റ വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് ടീമിന് ആക്സസ് ചെയ്യാം. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. അതൊരു സെക്യൂരിറ്റി കൺസേൺ ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഡേറ്റ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ ആവശ്യമുള്ളൂ. വേറൊരു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ല. പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഒരു കമ്പ്യൂട്ടർ വേറൊരു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. അതിന് ഈ സോഴ്സ് കമ്പ്യൂട്ടറിന് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിനെ കണ്ടുപിടിക്കണമെങ്കിൽ ആ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലോട്ടും ഇത് ഈ ARP പാക്കറ്റ്സ് അയച്ചു കൊടുക്കും. ആ ഒരു സമയത്ത് അവിടെ ഒരു നെറ്റ്വർക്ക് ബോട്ടിൽനെക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ആ ഒരു കമ്പ്യൂട്ടറിന്റെ കേസ് മാത്രം. ബാക്കി എല്ലാ കമ്പ്യൂട്ടേഴ്സും കൂടെ ഇങ്ങനെ ARP അയക്കുമ്പോഴത്തേക്ക് അവിടെ നെറ്റ്വർക്ക് കൺജഷൻ ഉണ്ടാവും. സോ നമ്മൾ ഈ ഒരു വലിയ നെറ്റ്വർക്കിനെ 4 കൊച്ചു സബ്നെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വലിയ നെറ്റ്വർക്കിനെ കൊച്ചു കൊച്ചു നെറ്റ്വർക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാനും ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാനും പറ്റും. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന അഡ്രസ്സാണ്, ലോജിക്കൽ അഡ്രസ്സാണ് IP അഡ്രസ് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതിനൊരു നെറ്റ്വർക്ക് പാർട്ടും ഉണ്ട്, ഒരു ഹോസ്റ്റ് പാർട്ടും ഉണ്ട്. പക്ഷേ ആ ഒരു കമ്പ്യൂട്ടറിന് എങ്ങനെ മനസ്സിലാവും ആ ഒരു IP അഡ്രസ്സ് മാത്രം കൊടുത്താൽ അതിൻ്റെ ഹോസ്റ്റ് പാർട്ട് എത്രയാണ്, നെറ്റ്വർക്ക് പാർട്ട് എത്രയാണെന്നും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ IP അഡ്രസ്സിൻ്റെ കൂടെ തന്നെ മാസ്ക് എന്ന് പറയുന്ന ഒരു വാല്യൂവും കൂടെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ബൈനറി റെപ്രസെൻറ്റേഷൻ നോക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് മാസ്കിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അത് നെറ്റ്വർക്കിൻ്റെ പാർട്ടാണ്. ബൈനറി വാല്യൂ 0 ആണെങ്കിൽ അത് ഹോസ്റ്റ് പാർട്ടായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലാസ് C IP അഡ്രസ് എടുക്കാം. 192.168.1.10. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 255.255.255.0 ആയിരിക്കും. അതായത് നമ്മുടെ IP അഡ്രസ്സിൻ്റെ ആദ്യത്തെ 3 ഒക്ടറ്റ് നെറ്റ്വർക്കിനെ ഡിനോട്ട് ചെയ്യുന്നതും ലാസ്റ്റ് 0 എന്ന് പറയുന്ന വാല്യൂ വരുന്ന ലാസ്റ്റ് ഒരു ഒക്ടറ്റ് മാത്രമേ ഹോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകളും 192.168.1 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഉള്ളത് 10 ആയിരിക്കും, 11 ആയിരിക്കും, 12 ആയിരിക്കും, 13 ആയിരിക്കും, 14 ആയിരിക്കും, അങ്ങനെ അങ്ങ് പോകും. ഇനി എപ്പോഴും ഈ IP അഡ്രസ്സിനെയും സബ്നെറ്റ് മാസ്കിനെയും രണ്ടും രണ്ടായിട്ട് എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ IP അഡ്രസ്സിൻ്റെ കൂടെ തന്നെ നെറ്റ്വർക്ക് പാർട്ടും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 192.168.1.10 എന്ന് പറയുന്ന IP അഡ്രസ്സിൻ്റെ എത്ര പാർട്ടാണ് അപ്പോൾ നെറ്റ്വർക്കിന് വരുന്നത്? 255.255.255 എന്ന ആദ്യത്തെ 3 ഒക്ടറ്റ് ആണല്ലേ? അത് എത്ര ബിറ്റാണ്? 24 ബിറ്റ് ആണല്ലേ? ഇത് ഓരോ ഡോട്ട് വരുന്നതും ഓരോ ഒക്ടറ്റിനാണ്. ഒക്ടറ്റ് എന്ന് വെച്ചാൽ 8 ബിറ്റാണ്. സോ 8 + 8 + 8 എന്ന് പറയുന്നത് 24 ആണ്. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു IP അഡ്രസ്സിൻ്റെ നെറ്റ്വർക്ക് പാർട്ട് എത്രയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് IP അഡ്രസ്സിൻ്റെ അവസാനം ഒരു സ്ലാഷ് ഇട്ടിട്ട് എത്ര ബിറ്റാണെന്ന് കൂടെ പറഞ്ഞു കൊടുത്താൽ മതി. നമ്മുടെ ഈ ഒരു IP അഡ്രസ് ക്ലാസ് സിയുടെ കേസ് നോക്കുകയാണെങ്കിൽ /24 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു IP അഡ്രസ്സിൻ്റെ ആദ്യത്തെ 24 ബിറ്റ് നെറ്റ്വർക്ക് പാർട്ടും ബാക്കിയുള്ള 8 ബിറ്റ് ഏതായിരിക്കും? ഹോസ്റ്റ് പാർട്ട്. /24 വരുന്ന കേസിൽ എത്ര ഹോസ്റ്റുകളായിരിക്കും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ബാക്കി വരുന്ന 8 ബിറ്റിൻ്റെ കോമ്പിനേഷൻ. അതായത് 2⁻8 - 2. ഈ -2 വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 0 വരുന്ന ഹോസ്റ്റും പറ്റത്തില്ല, അതുപോലെ 255 വരുന്ന ഹോസ്റ്റും പറ്റത്തില്ല. സോ 1 to 254 വരെ ആയിരിക്കും നമുക്ക് അത്രയും ഹോസ്റ്റുകളെ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 254 ഹോസ്റ്റുകളെ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എങ്ങനെ ആ ഒരു നെറ്റ്വർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് സബ്നെറ്റ് ആക്കും? വളരെ എളുപ്പം. നമ്മൾ ആ സബ്നെറ്റ് മാസ്കിൽ ചെറിയൊരു മാറ്റം വരുത്തും. /25 വരുമ്പോൾ എന്ത് പറ്റും? ആദ്യത്തെ 25 ബിറ്റ് IP അഡ്രസ്സിൻ്റെ ആദ്യത്തെ 25 ബിറ്റും നെറ്റ്വർക്കിന് വേണ്ടിയിട്ടും ബാക്കി 7 ബിറ്റ് മാത്രമേ ഹോസ്റ്റുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്പർ ഓഫ് ഹോസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് 2⁻7 - 2, അതായത് 126. എന്ന് വെച്ചാൽ നമ്മൾ /25 ആക്കിയ സമയത്ത് നമ്മൾ 254 എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹോസ്റ്റ് മാറ്റിയിട്ട് 126 വെച്ചിട്ടുള്ള 2 സബ്നെറ്റ് ആക്കുകയാണ്. എന്ന് വെച്ചാൽ സബ്നെറ്റ് 1 എന്ന് പറയുന്നത് 192.168.1.0/25 വരും. അതിൻ്റെ ഹോസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 192.168.1.1 തൊട്ട് 192.168.1.126 അത്രയും 126 കമ്പ്യൂട്ടേഴ്സ് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് സബ്നെറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള IP അഡ്രസ്സുകൾ, അതായത് 192.168.1.128/25 എന്ന് പറയുന്നത് സെക്കൻഡ് സബ്നെറ്റും അതിനകത്തുള്ള ഹോസ്റ്റുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് 192.168.1.129 തൊട്ട്
192.168.1.254 വരെ 126 കമ്പ്യൂട്ടേഴ്സിനെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ വലിയൊരു നെറ്റ്വർക്കിനെ, അതായത് /24 എന്ന് പറയുന്ന മാസ്ക് വെച്ചിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കിനെ /25 വെച്ചിട്ടുള്ള 2 കൊച്ചു നെറ്റ്വർക്ക് ആക്കിയേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ 200 പേരുള്ള കമ്പനിയിൽ 192.168.1.something/24 എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്ക് /24 നെറ്റ്വർക്ക് മാറ്റി നമ്മൾ /26 ആക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വലിയ നെറ്റ്വർക്കിനെ 4 കൊച്ചു നെറ്റ്വർക്കായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഓരോ സബ്നെറ്റിലും 62 ഹോസ്റ്റുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയല്ലേ. ഇതാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക. അതിനകത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ടാവും. ഇനിയും വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.